ഇനി കുറച്ച് ദിവസം ചേച്ചി റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിക്കോളാം. ആരാണോ പോയി? ഞങ്ങള് ഞാൻ ലച്ചു. ബെസ്റ്റ് ചേരും. ഗൗരി ഇവിടെ നിന്ന് പാചകം ചെയ്യും. അവള് കുറച്ചേരൊക്കെ കൂടെ നിൽക്കും. അത് കഴിയുമ്പോ ഭയങ്കര ബിസി ആവും. ഭയങ്കര ബിസി ആയിട്ടുള്ള കുട്ടിയാ. കണ്ടാ, നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ലച്ച് ചെയ്യുന്ന നല്ല കാര്യമൊന്നും അവരുടെ ആരും കാണത്തൂല, പറയത്തൂല. അതിന് ലച്ച് നല്ല കാര്യം വല്ലതും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. കുട്ടുമാമ പറയുന്ന കേട്ടാ. നിങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇതുവരെയായിട്ട് തീർന്നില്ല. അതങ്ങനെ എങ്ങനെയൊന്നും തീരുമില്ല എന്റെ പൊന്നു കുട്ടുമാമ. അതിന് ഒരാളുടെ തല തറയെ വീഴണം. മിക്കവാറും ഇവിടെ ഒരാളുടെ തല തറയിൽ വീഴും. ഞാൻ ഒരു കയ്യിലോട്ട് ലച്ചോ, 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് നീ. അതിന്റെ പക്വതെങ്കിലും കാണിക്കും. ആ കൊച്ചിനുണ്ടല്ലോ നിന്നേക്കാൾ പക്വത. എന്റെ ഗൗരിയമ്മായി അങ്ങനെ ഇങ്ങനെയൊന്നും താന്നു കൊടുക്കാനൊന്നും പറ്റൂല. താന്നു കൊടുത്താലേ ഈ സാധനം തലക്കറിന് തില്ലാനെ കളി. അളിയെ അവരെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ലേ? ആളിയെ പ്രോപ്പർ ആയിട്ടല്ലേ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആളിന്റെ ജീവിതം പോയി ഇതുങ്ങളെ പുറകെ നടന്നിട്ട്. അങ്ങേരും മതിയാക്കി. അങ്ങനെയൊന്നും അല്ല, അച്ഛന്റെ തൃക്കണ്ണ ഒരു ദിവസം തുറക്കും. അന്നാണ് ഇവിടെ ആടി പൊടിയിട്ട് ബഹളമായിരിക്കും. എല്ലാം കൂടി ഓങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അങ്ങോട്ട് കിട്ടും തറവാന്ന്. പക്ഷെ ഞാൻ എന്റെ ഇതിൽ അച്ഛനൊന്നും പറയത്തില്ല. അതെന്താ നിന്നെ മാത്രം ഒന്നും പറയാത്ത? ഞാൻ ഡാഡീസ് പ്രിൻസസ് അല്ലേ, അച്ഛന്റെ മുത്ത്. മുത്തും കുത്തിനായിരിക്കും കൂടുതലും മിക്കവാറും കിട്ടുന്നത്. ചേച്ചി ചുണ്ടനക്കി ചുണ്ടനക്കിയത് അങ്ങനല്ലെന്ന്. എന്നെ മറ്റേത് വിളിച്ച് പിന്നെ വിളിച്ച് അമ്മ പിന്നെ വിളിച്ചമ്മ. എന്താ വിളിച്ചേ? അവര് വെറുതെ പ്രാന്ത് ഓരോന്നൊക്കെ വെറുതെ പറയണത്. എന്റെ പ്രാന്തനാക്കാൻ നോക്കില്ല. പണ്ടത്തെ പോലെ എല്ലാവരും വീണ്ടും തല്ലുവിടുന്നു. ഓരോന്നും വന്ന് പുറത്തോട്ട് അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് ഇറങ്ങടാ. പോ, ആ കൊച്ചിനെ പോയി നോക്ക്. ചെല്ല്. എന്തിനാ വിളിക്കാ? അങ്ങോട്ട് പോ. എന്തിനാ ഇവിടെ ഇരിക്കണേ? പോയി. അതും പോയാ? എന്താണ് ശ്രീ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നത്? ഞാൻ ഒരാളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ നമ്പർ? ഫ്രണ്ടിന്റെ. കാണുന്നില്ല കേട്ടോ. സേവ് ചെയ്തിരുന്ന. ശ്രീ ഇങ്ങോട്ട് നോക്കിയേ. നോക്ക്. അതെ, ഇന്നലെ ബിസിനസിനെ പറ്റി സംസാരിച്ചത് സീരിയസ് ആയിട്ടാണോ? അത് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും 100% സീരിയസ് ആണോ? 100% എന്ന് പറഞ്ഞാ 90% ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ കൊടുട്ടെ? അതങ്ങനെ. എന്നാ ഞാനും ഇൻവെസ്റ്റ് ചെയ്യാം. പാർട്ണർഷിപ്പ് പോലെ. ശ്രീക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ. മഴ ചിണുങ്ങി ഇച്ചിരി വരൂ. ഞാൻ പിന്നെ വരാം. ചേച്ചി പറ. ഇല്ല, ഞാൻ വെറുതെ വന്നതാ. കാര്യം പറഞ്ഞിട്ട് പോ. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലണില്ലെന്ന് ചോദിച്ചു. പിന്നെ നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. മനസ്സിൽ തീയാണ് ചേച്ചി. അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട് ഒരു മടി. കുഴപ്പമില്ല, പോവാ. വരട്ടെ. ശരി. നിനക്ക് ഇഷ്ടമുള്ള മീൻ മേടിച്ച് ഞാൻ കറി വെച്ചോണ്ടിരിക്കുകയാണേ. ചൂരയാണ്. എന്നാ ഞാനും വരാം. വേണ്ട, സംസാരിച്ചു. കൊറേ നാളായി ചേച്ചിയുടെ മീൻകറി കഴിച്ചിട്ട്. ഇന്ന് പൊളിക്കണം ചേച്ചി. പൊളിക്കാം.